അത്തരത്തിൽ ഖബറിൽ നമ്മൾ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ ചോദിക്കുമ്പോൾ ഈ സഹോദരിക്ക് അല്ലെങ്കിൽ ഈ സഹോദരന് റബ്ബേ ചോദിക്കുമ്പോൾ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അവിടെ വെച്ച് പ്രാർത്ഥിക്കാവുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ചില പ്രാർത്ഥനകൾ മയ്യത്ത് മറമാടിക്കഴിഞ്ഞതിന് ശേഷം കുറെ സമയം ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ പ്രാർത്ഥന ഹദീസിൽ വന്നതല്ലെങ്കിലും ഈ ആശയത്തിലുള്ള ഏത് പ്രാർത്ഥനകളും ചൊല്ലാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജൻബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. നിങ്ങളുടെ വളർന്നു വരുന്ന മക്കളെ ഇത് പഠിപ്പിക്കണം. ഈ ദുആ വളർന്നു വരുന്ന ആൺകുട്ടികളെ നിങ്ങൾ ഈ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറിടത്തിൽ ചെന്നു കഴിഞ്ഞാൽ മയ്യത്തിന്റെ കൂടെ പോയിട്ടുള്ള നമ്മുടെ മക്കൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കാതിരിക്കാൻ മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചതമ്പുരാനെ, ഈ സഹോദരിയെ അല്ലെങ്കിൽ ഈ സഹോദരനെ ഇപ്പൊ ചോദിക്കപ്പെടുകയാണ്. ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ധൈര്യവും സ്ഥൈര്യവും നീ നൽകണേ റബ്ബേ എന്നാണ് ഒന്നാമത്തെ ആ പ്രാർത്ഥനയുടെ അർത്ഥം. രണ്ടാമതായി അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ചോദിക്കപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഉത്തരം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഫലമില്ല. റബ്ബേ, നീയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിയായ ഉത്തരങ്ങൾ തോന്നിപ്പിക്കേണ്ടത്. പടച്ചവനെ, ആ മയ്യത്തിന്റെ മനസ്സിൽ നീ ശരിക്കും ഉത്തരം കൊടുക്കുവാനുള്ള ഉത്തരങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റാൻ ജംബൈഹി, പടച്ചതമ്പുരാനെ ഖബറിന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കണേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജാഫി നീ അകറ്റേണമേ അൽ ഖബ്റ ഖബറിനാൻ ജൻബൈഹി, അതിന്റെ രണ്ട് ഭാഗത്തു നിന്നും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആരുടേതായിരുന്നാലും ആ ഖബറിൽ മയ്യത്തിനെ വെച്ച് ഒരു ഇടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. മയ്യത്തിനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് മയ്യത്തായിരുന്നാലും ഖബറിനൊരു കൂട്ടിപ്പിടുത്തമുണ്ട്. ആ കൂട്ടിപ്പിടുത്തത്താൽ അവന്റെ വാരിയെല്ലുകൾ വരെ മുറിഞ്ഞെരിയുന്ന രൂപത്തിലുള്ള ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം ഖബർ മയ്യത്തിനെ ഇടുക്കിക്കളയുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, പടച്ചതമ്പുരാനെ ഈ സഹോദരന്റെ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ രണ്ട് ഭാഗത്തു നിന്നും ഖബർ എടുക്കാതെ, ഖബർ ഞെരുക്കാതെ, ആ ഞെരുക്കത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഖബറിനെ രണ്ട് ഭാഗത്തും അകറ്റേണമേ തമ്പുരാനെ, വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, പടച്ചതമ്പുരാനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണം. വർഹംഹു, അദ്ദേഹത്തോട് കരുണ കാണിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞുപോയി, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് അപാകതകൾ വന്നിട്ടുണ്ടായിരിക്കാം. പടച്ചതമ്പുരാനെ നീ പുറത്തു കൊടുക്ക്, അദ്ദേഹത്തോട് കരുണയും അനുകമ്പയും കാണിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, ഖബറിന്റേതായ എല്ലാ ഭീതികളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും ഈ സഹോദരന് നീ നിർഭയത്വം നൽകണേ റബ്ബേ. ഖബറിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ്, ആരും അവിടെ സഹായത്തിനില്ല, ആരുടെയും രക്ഷ നമുക്കവിടെയില്ല. നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കൂടെ മയ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ അയൽക്കാരുണ്ടായിരുന്നു, ഭർത്താവുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കുടുംബങ്ങളും അയൽബന്ധക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞുപോയി. ഇനി നമ്മൾ മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖബറിൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഇനി രക്ഷ നൽകാൻ പടച്ചതമ്പുരാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കവിടെ തുണ നൽകുന്ന ആ ഖബറിന്റെ ഇരുട്ട് നമുക്ക് ലൈറ്റായി മാറുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അവിടെ നമുക്ക് പ്രകാശം നൽകുന്നത് നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ദാനധർമ്മങ്ങളുമാണ്. അവിടെ നമുക്ക് സമാധാനം നൽകുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. മറ്റുള്ള എല്ലാ ബന്ധങ്ങളും വച്ചുകഴിഞ്ഞു, എല്ലാ കണ്ണികളും മുറിഞ്ഞുപോയി, ആരും സഹായത്തിനില്ല. ഒറ്റക്ക് കിടക്കുന്ന അവസ്ഥയെപ്പറ്റി സഹോദരിമാരെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആരാണ് നമുക്കവിടെ സഹായത്തിനുള്ളത്? നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളല്ലാതെ മറ്റാരും